ടൈം പാരഡോക്സ് പാർട്ട് 3 ദി അൾട്ടിമേറ്റ് റീസെറ്റ്. ഒരു വൻ സ്ഫോടനത്തോടെ പ്രകാശം പരന്നു. കണ്ണു തുറന്ന് വിവേക് കണ്ടത് ഭയങ്കരമായ ഒരു കാഴ്ചയാണ്. അവൻ വന്നിറങ്ങിയത് ഒരു പാറപ്പുറത്തല്ല, മറിച്ച് പാലാഴി മഥനത്തിനായി മന്ദരപർവ്വതത്തിൽ ചുറ്റിവരിഞ്ഞിരിക്കുന്ന വാസുകി എന്ന മഹാസർപ്പത്തിന്റെ ഭീമാകാരമായ തലയിലാണ്. വാസുകിയുടെ കണ്ണുകൾ കോപത്തോടെ തിളങ്ങി. ചുവന്ന നാക്കുകൾ വായുവിൽ ചലിച്ചു. അമ്മച്ചേ! വിവേക് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് വാസുകിയുടെ തലയിൽ നിന്നും വഴുതി താഴേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു. പാലാഴിയുടെ തീരത്തെ വെളുത്ത മണൽത്തിട്ടയിലേക്ക് അവൻ ചെന്നു വീണു. ഭാഗ്യത്തിന് ടൈം മെഷീനും ടാബ്ലറ്റും സുരക്ഷിതമാണ്. അവൻ ചുറ്റും നോക്കി. ഒരു വശത്ത് കോപാകുലരായ അസുരപ്പട, മറുവശത്ത് അങ്കലാപ്പോടെ നിൽക്കുന്ന ദേവന്മാർ. മഥനം ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. വിവേക് ആകെ പരിഭ്രാന്തനായി കണ്ണുകൾ പായിച്ചു. അവൻ തിരഞ്ഞത് ഒരേയൊരു രൂപത്തെയാണ്, ജഗന്നാഥനായ മഹാവിഷ്ണുവിനെ. പെട്ടെന്ന് ആകാശത്ത് ഒരു നീലവെളിച്ചം പടർന്നു. ശംഖ് ചക്ര ഗദാധാരിയായി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മഥനം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപുള്ള നിമിഷം. ഒട്ടും സമയം കളയാതെ വിവേക് ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദേവന്മാരും അസുരന്മാരും അത്ഭുതത്തോടെ ഈ വിചിത്ര വസ്ത്രധാരിയെ നോക്കി. വിവേക് നേരെ ചെന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണു. അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ ഭഗവാനെ, വിവേക് ഒറ്റ ശ്വാസത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി. താൻ 2026 നിന്ന് വരുന്നതാണെന്നും ടൈം മെഷീൻ വഴി ചരിത്രം മാറ്റിയപ്പോൾ പ്രപഞ്ചത്തിന്റെ ബാലൻസ് തെറ്റിയെന്നും അവൻ വേഗത്തിൽ വിവരിച്ചു. അവൻ ഒടുവിൽ ആ പ്രധാന കാര്യം കൂടി ചേർത്തു. ഭഗവാനെ, അങ്ങ് ഇവിടെ മോഹിനി വേഷം കെട്ടാതിരുന്നതുകൊണ്ട് എന്റെ കാലഘട്ടത്തിൽ വലിയൊരു ദുരന്തം നടന്നു. അമൃത് അസുരന്മാർക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങളുടെ കേരളത്തിന്റെ അഭിമാനമാണ്